ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗെസ്. ലഹരി വിരുദ്ധ ദിന ക്വിസിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യില്ലെന്ന് നമുക്ക് ഈ നിമിഷത്തിൽ പ്രതിജ്ഞയെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു, യോഗ ഉത്ഭവിച്ചത് ഏത് രാജ്യത്താണ്? ഇതിൻ്റെ ഉത്തരം ഇന്ത്യ. ശരി ഉത്തരം കമൻറ്റ് ചെയ്തവർ അമർനാഥ്, നൂറ ഫാത്തിമ, നെസ, സാദിഖ, നവമിത്ര, നിവേദ്, വിദ്യ ജിതേഷ്, തന്മയ, ഇഷ, റയാൻ സാം, ഗൗരി, അജീർ, മാനവ്, ഗിഫ്റ്റി സാജൻ, സന, സജ, മാളവിക, ശ്രീ പാർവതി, നന്ദന, അറഫ, ലിയാന, അമേയ, മുഹമ്മദ് ഷാദി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് ലഹരി വിരുദ്ധ ക്വിസ് നോക്കാം. ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1987 ഡിസംബർ 7 മുതൽ. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യദുരന്തം ഏതാണ്? എന്നാണിത് സംഭവിച്ചത്? ഉത്തരം വൈപ്പിൻ മദ്യദുരന്തം. 1982 സെപ്റ്റംബർ 2 ഈ മദ്യദുരന്തം ഉണ്ടായത്. ഇതിൽ 76 പേർ മരണപ്പെട്ടു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ഡ്രഗ് ഡേ എന്നാണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ശരിയുത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേരുകളും കമൻറ്റ് ചെയ്യൂ. മദ്യം കഴിക്കുമ്പോൾ അത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം സെറിബെല്ലം. അമിതമായ മദ്യപാനം ശരീരത്തിൻ്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഉത്തരം കരൾ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അമിതമായ മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? ഉത്തരം സിറോസിസ്. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തു ഏതാണ്? ഉത്തരം നിക്കോട്ടിൻ. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല? ഉത്തരം കേരളത്തിലെ കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത വില്ലേജ് ഏതാണ്? ഉത്തരം കൂലിമാട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? ഉത്തരം കോഴിക്കോട്. ലോകത്ത് പുകയില നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ഭൂട്ടാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈന. പൊതുസ്ഥലത്ത് വെച്ച് പുകവലിക്കുന്നവർക്കെതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് എടുക്കുക? ഉത്തരം കോട്ട്പ. ഇതിൻ്റെ ഫുൾ ഫോം സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പൊതുപ്രതീകം അഥവാ കോമൺ സിംബൽ എന്താണ്? ഉത്തരം ആഷ് ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവർ അഥവാ പുതിയ പൂക്കളുള്ള ആഷ് ട്രേകൾ. വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത്. ഇതു പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി 1985 ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 7. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന്
ക്വാറ്റ്പ നിയമപ്രകാരം എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്? സ്കൂളുകളുടെ അടുത്തൊന്നും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള കടകൾ പാടുള്ളൂ. ആ ദൂരം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 100 വാര, അതായത് ഏകദേശം 91 മീറ്റർ. മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 47. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? ഉത്തരം എഥനോൾ. കേരളത്തിൽ പുകയില കൃഷി നടത്തുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കാസർഗോഡ്. നിഷ്ക്രിയ പുകവലിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് ആരാണ്? ഉത്തരം പുക ശ്വസിക്കുന്നവർ. പുകവലിക്കുന്ന ഒരാൾ മാത്രമല്ല അതുമൂലമുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളും നേരിടുന്നത്. പുകവലിക്കുന്ന ആൾ പുറത്തുവിടുന്ന വായു ശ്വസിക്കുന്നവർക്കും അസുഖങ്ങൾ വരുന്നു. കഞ്ചാവ് ചെടിയിൽ നിന്ന് എടുക്കുന്ന കറ ഏതാണ്? ഉത്തരം മരിജുവാന. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ കേരള സർക്കാർ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? ഉത്തരം വിമുക്തി. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണിത്. വിമുക്തി മിഷൻ ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 2016 ജൂൺ. വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആരാണ്? ഉത്തരം മുഖ്യമന്ത്രി. ലോക പുകയില വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ടുബാക്കോ ഡേ എന്നാണ്? ഉത്തരം മെയ് 31. പുകവലി വിരുദ്ധ ദിനം അഥവാ നോ സ്മോക്കിംഗ് ഡേ എന്നാണ്? ഉത്തരം മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച. ഏത് രാജ്യത്തു നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത്? ഉത്തരം അറേബ്യ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.